ഷീജ ചേരുകയാണ് കല്ലമ്പലത്ത് നിന്ന്. ഷീജ, വിലാപയാത്ര അവിടെ എത്തിയോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഷമ്മി, ഏതായാലും വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ വിലാപയാത്ര എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ജനങ്ങൾ VS-നെ കാത്ത് ഇവിടെ പാതയോരങ്ങളിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയായി പറയുന്നത് പോലെ തന്നെ ഓരോ ഇടങ്ങളിലും അത്രത്തോളം വലിയ ജനത്തിരക്ക് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം അത്രത്തോളമാണ് VS എന്നുള്ളൊരു രണ്ടക്ഷരം ഇവരുടെയൊക്കെ ജീവനുകളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും. ഇപ്പോൾ ഈ വിലാപയാത്ര ആറ്റിങ്ങലിൽ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കുമെങ്കിൽ പോലും, പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും, പക്ഷേ അതിനെ ഒന്നും കൂസാതെ VS-നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അണിനിരന്ന് നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവരും വിളിക്കുന്നത് ഒറ്റ കാര്യം തന്നെയാണ്, VS-എ, കണ്ണേ കരളെ VS-എ എന്നുള്ള വിളികളാൽ മുഖരിതമാണ് എല്ലായിടങ്ങളും എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും VS-ന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാത്തുനിൽപ്പ് അത് ഒരിടത്ത് മാത്രമല്ല നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. 2 മണിക്ക് ഈ വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഓരോ സ്പോട്ടുകളിലും ഓരോ കേന്ദ്രങ്ങളിലും പ്രത്യേകമായി തന്നെ തീരുമാനിച്ച് ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയെങ്കിൽ പോലും. പക്ഷേ ഈ തീരുമാനിച്ച കേന്ദ്രങ്ങൾക്ക് പുറമെ വഴിയിലുടനീളം വലിയ ജനസഞ്ചയം കാണുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് പലയിടങ്ങളിലും കണ്ടത്. അതിന് സമാനമായ സാഹചര്യമാണ് ഇവിടെ കല്ലമ്പലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിശക്തമായ മഴ പെയ്തു തോർന്ന ഒരു സമയമാണ്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്. എന്നാൽ പോലും പക്ഷേ VS-നെ കാണുവാൻ വേണ്ടിയിട്ടുള്ള തിരക്ക്, VS-നെ കണ്ടേ മടങ്ങൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം പേരും എന്നുള്ള കാര്യം തന്നെയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴയൊക്കെയാണ്, പക്ഷേ VS-നെ കണ്ടേ മടങ്ങൂ എന്നാണോ? പ്രതികൂലമായ സഖാവിനെ കണ്ടേ പറ്റൂ, ഒരു നോക്ക് കാണാനും പിന്നെ ആദരാഞ്ജലി അർപ്പിക്കാനും. മഴയൊക്കെ ആണെങ്കിലും VS-നെ കണ്ടേ മടങ്ങൂ എന്നാണോ ചേച്ചി? ഞങ്ങൾ പത്തനാപുരത്ത് നിന്ന് വരുന്നവരാണ്. അപ്പൊ ഞങ്ങളുടെ നേതാവിനെ കണ്ടിട്ട് ഞങ്ങൾ പോകത്തുള്ള രാത്രിയായിരുന്നു. എങ്ങനെയാണ് VS എന്ന് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താ പറയാ, ഞങ്ങള് ഇതേപോലെ ഒരു നല്ല നേതാവിനെ ഞങ്ങൾ കിട്ടത്തില്ല. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പൊരുതുന്ന നേതാവാണ്. അപ്പൊ ആ നേതാവിനെ ഞങ്ങൾ എത്ര മഴയായാലും എത്ര അർദ്ധരാത്രി ആയാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ നൂറ്റാണ്ടിലെ സഖാവാണ്. നമുക്ക് പ്രചോദനം ഇതിൽ നിന്നാണ് ഉയർത്തെണിക്കേണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ ഉയർത്തെണിക്കേണ്ടത് VS അച്യുതാനന്ദ സഖാവിനെ കണ്ടാണ്. എങ്ങനെയാണ് മഴ, അതിശക്തമായ മഴയൊക്കെ പെയ്തു തോന്നുന്നില്ല? ഇടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോവില്ല, സഖാവിനെ കണ്ടിട്ടേ പോകൂ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഏത് രീതിയിലാണ് VS എന്നുള്ള വ്യക്തി ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഷമ്മി ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം അത്രത്തോളമാണ് VS എന്ന് പറയുന്ന രണ്ടക്ഷരം തീർത്തിട്ടുള്ളൊരു വികാരം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ളൊരു ചിത്രം ഓരോ വ്യക്തിയുടെ മനസ്സിലും ഇടം നേടാൻ ഇടയാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പ്രായമായവരെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. പ്രായഭേദമന്യെയാണ് എല്ലാവരും ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഈ പാതയോരങ്ങളിൽ ഇരുവശത്തുമായി ഇത്തരത്തിൽ അണിനിരന്നു നിൽക്കുന്ന ജനങ്ങളെ തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ജനസഞ്ചയമാണ് എല്ലായിടങ്ങളിലെങ്കിലും എല്ലായിടങ്ങളിൽ നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഏതായാലും ആലപ്പുഴയിലേക്ക് എത്തുന്നത്, VS-ന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തുന്നത് അത് ഇനിയും വൈകും, മുൻ നിശ്ചയിച്ചതിൽ നിന്നും വൈകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ആ രീതിയിലാണ് ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിലുമായും VS-നെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്രയക്കണം എന്നുള്ളൊരു വികാരം തന്നെയാണോ ഇവിടേക്ക് ഇങ്ങനെ വരാൻ കാരണം? അതെ, ഞങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വരുന്നതാണ്? പട്ടാഴി, പത്തനാപുരം, സേതു. അപ്പൊ നേരത്തെ ഇവിടെ എത്തിയത്? പഞ്ചായത്തിൽ നിന്ന് വന്നത്. അപ്പൊ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു? നേരത്തെ വന്നതാണ്, 3 മണിയായപ്പോഴേ എത്തിയത്.
അപ്പോൾ ഇനി കുറച്ചുകൂടി വൈകുകയാണെങ്കിൽ വൈകുകയാണെങ്കിലും നമ്മുടെ നേതാവിനെ സഖാവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എവിടെ നിന്ന് വരുന്നതാണ്? ഞങ്ങൾ 16 ബ്ലോക്ക് മെമ്പർമാരാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ സഖാവിനെ കാണാൻ, ഞങ്ങൾ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നേരം ഉറക്കമൊഴുകി നിൽക്കുന്നത്. ഞങ്ങൾ കൊട്ടിയത്താണ് വന്നത്. താമസിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. പോകുന്നതാണ് കൊട്ടിയത്ത് നിന്ന്. വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ്. GS-നെ കണ്ടിട്ടേ പോകൂ. കൊട്ടിയത്ത് വന്ന് ഞങ്ങൾ 5:23 വന്നതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും എത്രത്തോളം അങ്ങോട്ട് പോകാമോ അത്രയും കണ്ടിട്ടേ VS-നെ എത്ര വൈകിയാലും VS-നെ എത്ര വൈകിയാലും VS-നെ കണ്ടിട്ടേ പോവുള്ളൂ. തീർച്ചയായും ഷമ്മി, അതാണ് കാരണം. VS എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഇവിടെ ഈ ഒരു അതായത് കല്ലമ്പലത്ത് ഉള്ളവരല്ല ഈ നിൽക്കുന്നത്. കല്ലമ്പലത്ത് ഉള്ളവർക്കൊപ്പം തന്നെ മറ്റു പല മേഖലകളിൽ നിന്ന് വന്നവരുമുണ്ട്. അതായത് പലയിടങ്ങളിൽ നിന്നായി പുനലൂർന്ന് വന്നവരുണ്ട്, അതിനപ്പുറത്ത് നിന്ന് വന്നവരുണ്ട്, ഒക്കെ അങ്ങനെ നിരവധി ഇടങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ളവരാണ് ഇവിടെ അണിചേർന്നിരിക്കുന്നത്. പലരും കൊട്ടിയം അങ്ങനെ പലയിടങ്ങളിലായി കൊല്ലം ജില്ലയുടെ അതിർത്തിയിലൊക്കെയായി എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവിടെ എത്താൻ വൈകും എന്നുള്ളത് കൊണ്ട് ഇവിടേക്ക് തൊട്ടടുത്തുള്ള സ്പോട്ടിൽ എവിടെയാണോ ആ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് പലയിടങ്ങളിൽ നിന്നായി എല്ലാവരും ഇവിടേക്ക് പോരാട്ടത്തിൻ നാളുകളിൽ ചോരചരിഞ്ഞൊരു വീതികളിൽ നിങ്ങൾ നൽകിയ ത്യാഗം, സ്നേഹം, നിങ്ങൾ നൽകിയ നേതൃത്വം, ഞങ്ങൾക്കെന്നും ആവേശം. പ്രിയ സഖാവേ VS, ആകാശത്തിൻ നീലിമയിൽ നീയൊരു മറയായി മാറുമ്പോൾ ആളിപ്പടരും വേദനയായി, കത്തിക്കാളും നൊമ്പരമായി എന്നുമുണ്ട്, എങ്ങുമുണ്ട്. ഇല്ല ഇല്ല മരിക്കില്ല, ഇല്ല ഇല്ല മരിക്കില്ല. അതെ, അങ്ങനെയാണ് ഷമ്മി. ഇല്ല മരിക്കില്ല, സഖാവ് VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇത് തന്നെയാണ് ഓരോ ഇടങ്ങളിലും നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് VS-ന്റെ ആശയങ്ങൾ ഇവരിലൂടെ ഒക്കെ ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. സഖാവ് VS എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്തൊരിടം ഉണ്ടാക്കിയിട്ടുണ്ട്. VS-ന്റെ ആശയങ്ങൾ തന്നെയാണ് ഇവരിൽ ഏറെ പേരെയും ആ രീതിയിൽ ഒരു ഇടം അവരിലേക്ക് VS-ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ VS-ന്റെ ആശയം ഇവരിലൂടെ ഇനി ജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രത്തോളം ഈ രീതിയിലുള്ളൊരു വലിയ തിരക്ക്, വലിയ ജനസഞ്ചയം തന്നെയാണ് നമുക്ക് ഓരോ ഇടങ്ങളിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഈ വിലാപയാത്രയ്ക്ക് എല്ലാ ഇടങ്ങളിലും എത്താൻ സാധിക്കും എന്നുള്ളതും ഇപ്പോൾ പറയുവാൻ സാധിക്കുകയില്ല. ഷമ്മി, തീർച്ചയായും നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഷീജ വഴിയോരങ്ങളിൽ VS-നെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ VS-ൽ ഒരു വലിയ രക്ഷിതാവിനെ, രക്ഷകർത്തൃത്വം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കാണുന്നു എന്നുള്ളതാണ്.